ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ അച്ഛന്മാരും ചേട്ടന്മാരും ഉപയോഗിക്കുന്ന ഈ ചീർപ്പില്ലേ, അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളൊരു ടിപ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ അതാ ഈ ചീർപ്പിൽ ഉള്ളിൽ നമ്മൾ നന്നായി അഴുക്ക് പിടിച്ചിരിക്കും കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചീർപ്പ് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ചീർപ്പിന് ഡാമേജ് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ ബ്രഷൊക്കെ വെച്ച് ഉരച്ച് കഴുകുമ്പോൾ ചീർപ്പൊക്കെ പൊട്ടിപ്പോവും കേട്ടോ. ഇത് പെട്ടെന്ന് ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഇതുപോലത്തെ ചീർപ്പ് അങ്ങനെയായിരിക്കും കേട്ടോ. ഭയങ്കര കനം കുറവായിരിക്കും. നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. ആ പെട്ടെന്ന് പൊട്ടിപ്പോയി ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ചീർപ്പിൻ്റെ ആദ്യത്തെ അവസ്ഥ. ഭയങ്കരമായിട്ട് ഉള്ളിൽ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കോലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായാലാണ് കേട്ടോ നമ്മൾ ഈ ചീർപ്പിൻ്റെ അഴുക്കിനെ എടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി ടിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് തൊടാൻ പാകത്തിനുള്ള വെള്ളം, ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം നമ്മൾ കൈയൊന്ന് തൊട്ടാൽ പൊള്ളരുത്, അങ്ങനത്തെ പാകമുള്ള ചൂട് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കി നോക്കുക നമുക്ക് എങ്ങനെയാണ് ചൂടെന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചീർപ്പ് അതിൻ്റെ ആ സ്റ്റിക്കൊക്കെ പൊട്ടി പോകൂട്ടാ. അപ്പോൾ നമുക്ക് ചെറിയൊരു പാകത്തിലുള്ള വെള്ളം മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങ എടുക്കുക. അതിൻ്റെ നീര് മൊത്തം നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഒരു ചെറുനാരങ്ങയുടെ എല്ലാം ഞാൻ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തൊലി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ എടുക്കട്ടെ. നമുക്ക് ഉരയ്ക്കാനും ഈ ചീർപ്പൊക്കെ ഉരയ്ക്കാനൊക്കെ ഈ തൊലി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചീർപ്പാണ് എടുക്കണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഷാമ്പു എടുക്കുക കേട്ടോ. ഷാമ്പു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിറ്റർജൻറ്റാ എന്താ വെച്ചാൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ നമുക്കിതൊന്ന് ഈ ലിക്വിഡൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ആകുമ്പോൾ നന്നായി അഴുക്ക് പോകാൻ സഹായിക്കും കേട്ടോ. നമുക്ക് ഈ ബ്രഷൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉരച്ച് കഴിയുക കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ചീർപ്പൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലിക്വിഡിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചീർപ്പിലെ അഴുക്കൊക്കെ പെട്ടെന്ന് പൂട്ടാം. പിന്നെ നമുക്ക് ഈ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഷാമ്പുവും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ട് ഇളകി കലങ്ങി ഇതിൽ ഫുള്ളാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, ലൈറ്റ് ചൂടാ പാടുള്ളൂ കേട്ടോ. നല്ല തിളച്ച വെള്ളമൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീർപ്പ് രണ്ടും നമുക്കിതിൽ മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചീർപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങി ഇതിലേക്ക് എടുക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ ചീർപ്പിൻ്റെ നിറമൊക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. ബേക്കിംഗ് സോഡ അഴുക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇതേപോലെ അങ്ങനെയൊക്കെ എടുക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ വെച്ചിട്ട് നന്നായി ഉരച്ചെടുക്കാൻ കണ്ട. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ഈ ചെളിയൊക്കെ ഈ ചീർപ്പിൻ്റെ നിറമൊക്കെ നോക്കി ഉള്ളിലത്തെയൊക്കെ അങ്ങനെ അലിഞ്ഞു പോരും കേട്ടോ. അങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്ന ചെളികളൊക്കെ ആവും അതിൻ്റെ ഉള്ളിലിട്ട്. അത് പെട്ടെന്നൊന്നും അലിഞ്ഞു പോവില്ല. ഈ വെള്ളത്തിൻ്റെ നിറം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് എത്ര നേരം കൊണ്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്കിതേ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീർപ്പിൻ്റെ അറ്റത്താണ് കേട്ടോ ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് ഇങ്ങോട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് അലിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. കട്ട പിടിച്ചിരിക്കുന്ന ചെളികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ വെള്ള ചീർപ്പിൻ്റെ ഒക്കെ അവസ്ഥ നോക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചെളിയുണ്ട്. നമ്മൾ ബ്രഷൊക്കെ ഇട്ട് ഉരച്ചാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രഷൊന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് അതിൽ കുതിർത്തിടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഉരച്ച് കഴുകിയാൽ തന്നെ പെട്ടെന്ന് പൂട്ടായി. ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ വെച്ച് പതുക്കെ ഉരയ്ക്കുക കേട്ടോ. പതുക്കെ ഉരച്ചില്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും കണ്ട, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷില്ലേ, അതേപോലത്തെ ബ്രഷാണ് കേട്ടോ. ആ ബ്രഷാകുമ്പോൾ നമുക്കധികം പൊട്ടിപ്പോവില്ല. കാരണം അധികം നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എല്ലാ ഗപ്പുകളിലൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്ന ചെളിയൊക്കെ അലിഞ്ഞുണ്ടാവും കേട്ടോ. അതിങ്ങനെ പുറത്തേക്ക് വരാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുമ്പോഴേക്കും കണ്ട ഒന്നിങ്ങനെ ജസ്റ്റ് അടിയിൽ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ അതിങ്ങനെ അലിഞ്ഞു പോരും. ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് എത്രമാത്രം ചെളി പോരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയേ നല്ലോണം ക്ലീൻ ആവുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്നും അരച്ചിട്ട് നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോഴേ അത് കുറച്ച് നല്ലോണം ഇതാവുമ്പോൾ ഇതിലത്തെ ബ്രഷൊക്കെ അങ്ങനെ ചെറിയ നാര് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമല്ലേ, അതൊക്കെ ജസ്റ്റ് പൊട്ടി പോവും. അതിനധികം ബലമില്ലല്ലോ. അപ്പോൾ ബ്രഷൊക്കെ ഇട്ട് ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് പോവും. ബ്രഷ് ആകുമ്പോൾ കുറേ ഇങ്ങനെ ഇത് വരുമ്പോഴേ പെട്ടില്ല. ചെറിയ ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ചെയ്തെടുക്കുക വേണ്ട. അങ്ങനെ അധികം ബലമൊന്നും പിടിക്കണ്ട കേട്ടോ. കാരണം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അലിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന്
പോരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അത് എന്നിട്ട് നമുക്ക് നോക്കിയേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിടുക. ഇപ്പോൾ നോക്കി നോക്ക് നമ്മുടെ ആ ചീർപ്പിൻ്റെ ഒരു നിറം നോക്കി നോക്ക്, നല്ലോണം ക്ലീനായി. വെള്ളത്തിൻ്റെ നിറം കണ്ട എല്ലാ അഴുക്കും ഈ വെള്ളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ലിക്വിഡ് ഉണ്ടാക്കി കുറച്ച് നേരം ഇടുകയാണെങ്കിൽ തന്നെ അഴുക്കൊക്കെ നന്നായി അലിഞ്ഞു പോരും കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചീർപ്പിടയ്ക്ക് നമ്മളിതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ തലയിൽ അഴുക്കൊക്കെ പെട്ടിച്ചിരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മുടി കൊഴിയാനും അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ചീർപ്പിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് പോയപ്പോൾ പുത്തം പോലെ ആയിട്ട് ചീർപ്പ് രണ്ടും കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ബ്രഷൊക്കെ വെച്ചിട്ട് ഉരയ്ക്കേണ്ട, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.